ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓണം ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഓണമൊക്കെ എടുത്തതില്ലേ, ഡ്രസ്സൊക്കെ എടുക്കേണ്ട തിരക്കിലായിരിക്കും. ഞാൻ ഇന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഇന്നലെയാണ് എൻ്റെ സ്കൂള് പൂട്ടിയത്. ഇന്നലെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. ഡേ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പൊളി ഡേ ആയിരുന്നു. എല്ലാ ഫ്രണ്ട്സും പിന്നെ ഓരോ സെലിബ്രേഷൻസിൻ്റെ പ്രോഗ്രാംസും ഒക്കെ പൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഓണം സെലിബ്രേഷൻ ഉണ്ടാവുമായിരിക്കില്ലേ? അപ്പോൾ അത് പൊളിയായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് പറയാം. അപ്പോൾ നമ്മൾ തലശ്ശേരിയിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോസ് അല്ലാണ്ട് വേറെ വീഡിയോസൊന്നും ഇടാത്തത് ഇത്രയും നാൾ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 6th ആയതുകൊണ്ട് കുറേ പുതിയ സബ്ജക്റ്റ് വന്നു, എക്സാമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ, അതുകൊണ്ടിപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. പിന്നെ നമ്മൾ ആദ്യം സെഞ്ചുറിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ചധികം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതാണ്. നല്ല കളക്ഷൻസൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മുടെ ആദ്യം എൻ്റെയും അഭ്യാൻ്റെയും ആര്യൻ്റെയും ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ പോയത്. അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു 5th ഫ്ലോറിലാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ നേരെ 5th ഫ്ലോറിലേക്ക് പോയി. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലിഫ്റ്റിൽ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്തായാലും വേഗം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 5th ഫ്ലോറിലെത്തി. എൻ്റെ ഡ്രസ്സിനെയാണ് ആദ്യം ഇങ്ങനത്തെ നോക്കി, വേറെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ മോഡൽ കിട്ടി. ഇത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. ആദ്യം ഞാൻ ഇന്നറായിട്ട് ഇട്ടിരിക്കുന്ന സാധനം ഓവർ കോട്ടാണെന്ന് വിചാരിച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ മനസ്സിലായി അത് ഇന്നറാണ്. പിന്നെ എനിക്കിതിൻ്റെ കളറും ഇതിൻ്റെ മോഡലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനെ തന്നെ അങ്ങ് ഫസ്റ്റ് ടൈമായിട്ട് തന്നെ ഫിക്സ് ചെയ്തു. പിന്നെ ഞാൻ വെറുതെ കറങ്ങി കളിച്ചു. എൻ്റെ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് ഫിക്സ് ചെയ്തു. വേഗം തന്നെ ഫിക്സ് ചെയ്തതിൻ്റെ സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ അനിയൻ്റെയും ആനിയന്മാരുടെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അമ്മയും ആൻറ്റിയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അവർക്ക് വെറുതെ ട്രയലൊക്കെ ചെയ്യുമ്പോൾ ഷർട്ടൊക്കെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് ആരുടെ ഷർട്ടാണ്, ഇത് അഭ്യാൻ്റെ ഷർട്ടും. അപ്പോൾ പിന്നെ നമ്മൾ അയോണക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതേ ഫ്ലോറിൽ തന്നെ ചെറിയ കുട്ടികളുടെ സെക്ഷൻ വന്നിട്ടുണ്ട്, അവിടെ നിന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ വെറും കൈയോടെ വന്ന എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ബാഗും ഷർട്ടൊക്കെ ആയിട്ട് ഞാൻ ട്രയൽ റൂമിൽ കയറി ഇരിക്കുകയാണ്. അവർ ട്രയൽ ചെയ്യുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതാണ് സംഭവം. പിന്നെ എൻ്റെ ഡ്രസ്സാണിത്. പിന്നെ കുറേ ക്രോപ്പ് ടോപ്സൊക്കെ കണ്ടു അവിടെ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഞാൻ അടുത്ത കടയിൽ കയറി എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി നല്ലതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് ഞാൻ അവിടെ എടുക്കാണ്ട് വെച്ചു. നമ്മുടെ ഷോർട്ട് ഷർട്ടൊക്കെ ഇല്ലേ, അതേപോലെ ആരും സെലക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ ആ ഷർട്ടിൻ്റെ കളറൊക്കെ. ഇത് ചെറിയ കുട്ടികളുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ്. ഞാനിവിടെ സോഫയിൽ ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് ആരുൻ്റെ അഭ്യാനെയും ഷർട്ടും പാൻറ്റും. പിന്നെ നമ്മൾ ലുലുവിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എനിക്ക് ഉറക്കം തൂക്കിയിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു, പോയ പാടന്നെ ഞാനായിരുന്നു, അവർ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. എന്നത്തെ പോലെ നാടൻ ഫലൂദ, അവർക്ക് ഐസ്ക്രീം, പിന്നെ KFC ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അതവിടെ നിർത്തി. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ. അപ്പോൾ ബായ്.